കട്ടക്കലിപ്പന്റെ കാന്താരി മാലാഖ. രചന വർണ്ണ ദേവദത്തൻ. അവതരണം സാലിം കരുളായി. മാലതി അത് പറഞ്ഞതും പാർവതി തലയാട്ടിക്കൊണ്ട് മുകളിലേക്ക് കയറി. സ്റ്റെയർ കയറി അവൾ അറ്റത്ത് റൂമിലേക്ക് നടന്നതും പെട്ടെന്ന് രണ്ട് കൈകൾ അവൾ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് ആ റൂമിലേക്ക് കയറ്റിയിരുന്നു. വിടറ കാല, എനിക്ക് വേദനിക്കുന്നു. പാർവതി കൈകാലുകളിട്ട് അടിച്ചതും ധ്രുവി ഡോർ ലോക്ക് ചെയ്ത് അവളെ ചുമരിലേക്ക് ചേർത്തിരുന്നു. എന്താ മോളുസേ, വല്ലാത്തൊരു ജാട. രാവിലെ മുതൽ ഞാനൊന്ന് സംസാരിക്കാൻ പിന്നാലെ നടക്കുന്നതല്ലേ. ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടെന്ന വിചാരം പോലും നിനക്കില്ലല്ലോ. ഇയാൾ എന്നോട് മിണ്ടാൻ വരണ്ട. വിളിച്ചാൽ ഫോൺ എടുക്കില്ല, തിരിച്ച് വിളിക്കില്ല. അല്ലെങ്കിൽ ചില ആണുങ്ങൾ എങ്ങനെയാ, തിരിച്ച് സ്നേഹിക്കുന്നവരെ പഞ്ചാര ശാർക്കരെന്ന് വിളിച്ച് പിന്നാലെ നടക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നോ മൈൻഡ്. ഓഹോ, എൻ്റെ പാർവതി തമ്പുരാട്ടി അതിൻ്റെ ദേഷ്യത്തിലാണോ? സോറി, ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. പോരാതിന് ഓപ്പറേഷൻ കേസുകൾ. അതാ ഫോൺ എടുക്കാഞ്ഞത്. ഇന്ന് രാവിലെ ഹോസ്പിറ്റലിൽ നിന്ന് നിന്നെ കാണാനുള്ള കൊതി കൊണ്ട് നേരെ ഇവിടേക്ക് വന്നു. ഈ ഷർട്ട് മുണ്ടും ഒരു ശ്രീയുടെയാ. അവനത് പറഞ്ഞതും പാർവതിയുടെ പിണക്കം പതിയെ മാറി മുഖത്തൊരു പുഞ്ചിരി വിരിച്ചു. എന്നാ പിന്നെ പിണക്കം മാറിയ സ്ഥിതിക്ക് ഒരു കിസ്സായാലും. ധ്രുവി അത് പറഞ്ഞതും പാർവതി അവളുടെ നെറ്റിയിൽ ചൂണ്ടുവിരൽ തൊട്ടു. എനിക്കറിയാം, കല്യാണം കഴിഞ്ഞ ഫ്രഞ്ച് കിസ് പോയിട്ട് ഫ്രഞ്ച് എന്ന് പോലും പറയാൻ സമ്മതിക്കില്ലല്ലോ. ധ്രുവി അവളുടെ മുഖം കയ്യിലെടുത്ത് നെറ്റിയിൽ ഉമ്മ വെച്ചു. ഇരുവരും പരസ്പരം അകന്നു മാറാതെ കണ്ണടച്ച് അങ്ങനെ തന്നെ നിന്നു. പെട്ടെന്ന് അവരോ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് രണ്ടുപേരും അകന്നു മാറി. നിന്നൊന്ന് അടുത്ത് കാണാനേ ഞാൻ എത്ര പിന്നാലെ നടക്കണം പെണ്ണെ. ഒരു പ്രതിയെ പിടിക്കാൻ എത്ര കഷ്ടപ്പാടില്ല. പാർട്ടി വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയ ശേഷം മാമിയെ തന്നെ നെഞ്ചോട് ചേർത്തു. ഞാൻ എന്ത് ചെയ്യാനേട്ടാ, ആ പിള്ളേർ എപ്പോഴും കൂടെ ഉണ്ടാകും. അവരുടെ ഇടയിൽ നിന്ന് മുങ്ങാൻ നല്ല പാടാ. എത്ര ദിവസമായെന്ന് കണ്ടിട്ട്. ഇത്രയും ദിവസം നമ്മൾ കാണാതെ നിന്നിട്ടില്ല. ഇവിടെ ഉള്ളവർക്കാണെങ്കിൽ കല്യാണം നടത്താനുള്ള ഉദ്ദേശമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അവൻ പറയുന്നത് കേട്ട് ആമി ചിരിക്കാൻ തുടങ്ങി. നീ ചിരിക്ക്. എൻ്റെ സങ്കടം എനിക്കെല്ലാം അറിയൂ. ചില സമയത്ത് തോന്നും ആരും അറിയാതെ നിന്നെയും കൂട്ടി ഒളിച്ചോടിപ്പോയി കല്യാണം കഴിച്ച ബാക്കി കൂടെ പറയാൻ്റെ പാർട്ടി മോനെ. ധ്രുവി ഇരു കൈകളും കെട്ടി നിന്നുകൊണ്ട് ചോദിച്ചതും പാർട്ടി ആമിയിൽ നിന്ന് അകന്നു നിന്നു. അതങ്ങനെയല്ല ധ്രുവി, ഇത്തിരി കാലം വെയിറ്റ് ചെയ്യേണ്ടി വന്നാലും നമുക്ക് അറേഞ്ച്ഡ് മാരേജ് മതിയെന്ന് ഞാൻ മികിയോട് പറയായിരുന്നു. ആണോ? അവനൊരു ആക്കിച്ചിരിയോടെ ചോദിച്ചു. അതവിടെ നിൽക്കട്ടെ, നിങ്ങൾ രണ്ടുപേർക്കും കൂടി ഇവിടെ എന്താ പരിപാടി? പാർട്ടി അത് ചോദിച്ചതും മാത്രം നേരം അഹങ്കാരത്തിൽ നിന്നിരുന്ന ധ്രുവിയുടെ മുഖം കാറ്റുപോയ ബലൂണ് പോലെയായി. അത് പിന്നെ ഞങ്ങൾ പായസത്തിൻ്റെ തോർത്തുകൊണ്ടെടുക്കാൻ വന്നതേട്ടാ. പാർവതി പെട്ടെന്ന് ഇടയിൽ കയറി. പായസത്തിന് തോർത്തുകൊണ്ട് എന്തിനാ? ആമിയാണത് ചോദിച്ചത്. അതല്ല, ഈ നാളികേരം പിഴിയാൻ അത് തരാൻ വന്നതാ. എന്നിട്ട് കിട്ടിയോ? കിട്ടി. കിട്ടിയില്ല. പാർട്ടി ഒന്ന് അമർത്തി മൂളി. അല്ല മോനെ, നിങ്ങളെന്താ ഇവിടെ? ഞാൻ മികക്ക് ഈ വീടൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാനായിരുന്നു. വായിൽ വന്ന കള്ളം മാറ്റി തട്ടിവിട്ടു. അതിനാമി ആദ്യമായിട്ടൊന്നല്ലല്ലോ ഈ വീട്ടിലേക്ക് വരുന്നത്. ഏതൊന്നും അത്രയ്ക്ക് ശരിയല്ലേ? ധ്രുവിയും വിട്ടുകൊടുത്തില്ല. മതി, നിർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയത്. നിങ്ങൾ എന്തിനാ വന്നതെന്ന് ഞങ്ങൾ വന്നതിൻ്റെ ഉദ്ദേശം നിങ്ങൾക്കും അറിയാലോ. പാർട്ടി കായ്കൂപ്പി പറഞ്ഞ് ബെഡിൽ വന്നിരുന്നു. എന്നെ വിട്ടേ, നീ ചാതിയനാ. എന്നോട് മിണ്ടാൻ വാരണ്ട, എന്നെ തൊടണ്ട. പലവട്ടം സംസാരിക്കാൻ ശ്രമിച്ചിട്ടും അതിന് സമ്മതിക്കാതെ പോകുന്ന വർണ്ണേതത്തിന് തടഞ്ഞു നിർത്തി. കുഞ്ഞെ, പേണങ്ങല്ലേടാ. വേണ്ട, എൻ്റെ ഉറക്കം കളഞ്ഞിട്ട് നീ സുഖമായി കിടന്ന് ഉറങ്ങിയില്ലേടാ ദുഷ്ട. ഞാനോ രാവിലെ കുളിച്ചെന്ന് മാത്രമല്ല, ഈ തണുപ്പത്ത് അമ്പലത്തിലും പോയി. സോറി. ഇനി ഒരിക്കലും ഇങ്ങനെ സംഭവിക്കില്ല. വേണ്ട, എനിക്കെന്നിട്ട് സോറി ഒന്നും വേണ്ട. പിന്നെന്താ വേണ്ടത്? അവൻ മീശ പിരിച്ചുകൊണ്ടുള്ള കള്ളച്ചിരി ചിരിച്ചു. കയ്യിൽ വിടുതെത്താം, അല്ലെങ്കിൽ ഞാൻ ഒച്ച വെക്കും. അവളത് പറഞ്ഞത് ദത്തന് പെട്ടെന്ന് കയ്യിലെ പിടിവിട്ടു. വർണ്ണവനെ നോക്കി ഒന്ന് പുച്ഛിച്ചിട്ട് മുന്നോട്ട് നടന്നു. അത് കണ്ട ദത്തൻ തന്നെ മുണ്ടും മടക്കി കുത്തിയ ശേഷം അവളുടെ പിന്നാലെ ചെന്ന് ഒരു കൈ കൊണ്ട് അവളുടെ വാ പൊത്തിപ്പിടിച്ച് മാറു കൈ കൊണ്ട് അവളുടെ ഇടുപ്പിലെ ചുറ്റി പിടിച്ച് എടുത്തുയർത്തി അടുത്ത റൂമിലേക്ക് കയറി. ഞാൻ നിന്നോട് സോറി പറഞ്ഞതല്ലേ, എന്നിട്ട് നിന്റെ ജാട മാറ്റാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ദത്തനോട് പിൻകഴുത്തിലേക്ക് മുഖം ചേർത്തു. ദേവാ. പാർട്ടിയുടെ വിളി കേട്ട് ദത്തൻ ഞെട്ടി അവളുടെ പിൻകഴുത്തിൽ നിന്ന് മുഖം ഉയർത്തി. കൈ എടുക്കേട്ടാ, ഞാനും കൂടി കാണട്ടെ. ആമി തൻ്റെ കണ്ണ് പൊത്തിപ്പിടിച്ച പാർട്ടിയുടെ കൈയെടുത്ത് മാറ്റി. എനിക്കും കാണണം. പാർവതി ധ്രുവിയുടെയും കൈയെടുത്ത് മാറ്റി. ആ കുട്ടിയെ ഭൂമിയിലൊന്ന് ഇറക്കി വെക്കണ പന്നി. ധ്രുവി അത് പറഞ്ഞത് ദത്തൻ വർണ്ണയെ താഴെ ഇറക്കി നിർത്തി. എന്തോന്നാണ് ഇത്? പാർട്ടി തലയിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു.
ആ അത് പിന്നെ ഇവൾക്ക് കാലുവേദന ആയ കാരണം ഞാൻ എടുത്തുകൊണ്ട് നടന്നതാ. ഇക്കണക്കിന് പോയാ നീ കുറേ എടുക്കേണ്ടി വരും. മോനെന്തായാലും എടുത്ത് നടന്ന് ക്ഷീണിച്ചതല്ലേ, വന്നിരി. പാർട്ടി തൻ്റെ അടുത്തായി ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും ഭദ്രയും ശിലുവും അവിടേക്ക് എത്തിയിരുന്നു. ബെഡിലിരിക്കുന്ന 6 പേരെയും കണ്ട് ശിലു ഭദ്രയുടെ കയ്യിൽ അമർത്തി തല്ലി. നീ നീ ഒറ്റ കാരണ എനിക്ക് ഈ സ്ഥിതി വന്നത്. അന്നാ ബികോമിന് ആദ്യം എന്നെ വന്ന് ഇഷ്ടമെന്ന് പറഞ്ഞപ്പോൾ നീ അല്ല ഓടിച്ചു വിട്ടത്. എന്തിനാ ദുഷ്ട അങ്ങനെ ചെയ്തത്? അല്ലെങ്കിൽ എനിക്കിതുപോലെ ഇരിക്കായിരുന്നു. ശിലു പറഞ്ഞു കഴിഞ്ഞ ശേഷമാണ് പരിസരബോധം വന്നത്. തന്നെ നോക്കി പേടിപ്പിക്കുന്ന ദത്തനെയും പാത്തിയെയും ധ്രുവിയെയും കണ്ട് അവളൊന്നും മെന്നിലിറക്കി. ജസ്റ്റ് ഫോർ ജോക്കേ, ഞാൻ ഏട്ടന്മാരെ പറ്റിച്ചേ. ഞാൻ പറഞ്ഞില്ലേ ഭദ്ര ഇവർ ഞെട്ടൂന്ന്. നീ എപ്പോ പറഞ്ഞു? നീ കേൾക്കാഞ്ഞതാവും. അതെങ്ങനെയാ? ഏത് സമയം സ്വപ്ന ലോകത്തല്ലേ? എന്താണാവോ രണ്ടിൻ്റെ ആഗമന ഉദ്ദേശം? പാത്തി ചോദിച്ചു. പാർച്ചേച്ചി തോർത്തെടുക്കാൻ വന്നിട്ട് കാണാനില്ല, അതോട് അന്വേഷിച്ച് വന്നതാ. ഞാൻ ആ കാര്യം മറന്നു. പാർവതി വേഗം കബോർഡിൽ നിന്നൊരു തോർത്തെടുത്തു. ചേച്ചി ഇവിടെ ഇരുന്നോ, ഞാൻ ഇത് കൊടുത്തിട്ട് വരാം. വർണ്ണത് വാങ്ങി താഴെ കൂടി. ഒന്ന് പതുക്കെ പോ കുഞ്ഞേ, എത്ര പറഞ്ഞാലും കേൾക്കില്ല, ദത്തൻ ശാസനയോടെ പറഞ്ഞു. ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി കാരണം മനുഷ്യന് ഉറങ്ങാൻ പറ്റിയില്ല. ധ്രുവി ബെഡിലേക്ക് കിടന്നു. എനിക്കും. ദത്തൻ പറഞ്ഞു കിടന്ന ശേഷമാണ് എന്താ പറഞ്ഞെന്ന ബോധം അവനും വന്നത്. അത് കേട്ട് പാർട്ടി അവനെ നോക്കി പേടിപ്പിച്ചു. എന്തിനാ ദേവ നീ വിളിച്ചേ? റൂമിലേക്ക് വന്നുകൊണ്ട് ശ്രീ ചോദിച്ചു. ഞാനോ? എന്താ പറിച്ച് വിളിച്ചേ? അവൻ്റെ പിന്നിൽ നിമ്മിയും റൂമിലേക്ക് വന്നു. അത് കണ്ട് എല്ലാവരും വന്നവിട്ട് പരസ്പരം നോക്കി. ഒന്നുമില്ല, നിങ്ങൾ വന്നിരിക്ക്, വേറെ സംസാരിച്ചിരിക്കാൻ. വർണ്ണയുടെ പണിയാണെന്ന് മനസ്സിലായ ദത്തൻ പറഞ്ഞു. അവരും ബെഡിൽ വന്നിരുന്നു. കുറച്ച് കഴിഞ്ഞതും വർണ്ണ രാഗിനെയും ദർശനെയും കൂടി വിളിച്ചു വന്നിരുന്നു. ആ ഇപ്പോഴാണ് കോളം തികഞ്ഞത്. നമുക്കും കൂടി ലൈന് സെറ്റായെങ്കിൽ സൂപ്പറായില്ലേ പാത്രേ? ഓ സോറി, ഞാൻ മറന്നു. നിന്റെ പ്രണയം IAS മാത്രമാണല്ലേ? ശീലത് പറഞ്ഞ് ദത്തൻ്റെ അരികിൽ കിടന്നു. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ നീമി ചേച്ചി ശ്രീയേട്ടന് സിംഗിൾ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഒരുമിച്ച് കമ്മിറ്റഡ് ആയിക്കൂടെ? ശീലു ഒന്നും മിണ്ടാതെ കിടന്നേ, അതിനൊക്കെ ഇനി സമയമുണ്ട്. പാർട്ടി പകുതി കാര്യമായും തമാശയായിട്ടും പറഞ്ഞു. പറഞ്ഞു വന്നപ്പോൾ ഞാൻ മാത്രം സിംഗിള്, ഷീലു പറഞ്ഞു. ഷീലു, എൻ്റെ കോളേജിലെ ഒരു സാറുണ്ട്, നിനക്ക്. ദേവു. അപ്പോഴേക്കും ദത്തൻ്റെ ഗൗരവത്തിലുള്ള ശബ്ദം ഉയർന്നിരുന്നു. അങ്ങനെയല്ല ദത്ത ഞാൻ ഉദ്ദേശിച്ചത്. നല്ല സാറാണ്. ഇവൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും സബ്ജക്റ്റ് ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞു തരും. പഠിക്കേണ്ട ഈ സമയത്ത് ലൈനൊന്നും വേണ്ടെന്നാ. വീണെടുത്ത് കിടന്നുള്ളൻ എൻ്റെ കുട്ടി കഴിഞ്ഞ് വേറെ ആരുള്ളൂ. ദത്തൻ അവളെ നോക്കി കണ്ണുരുട്ടി പറഞ്ഞു. ഈ പിള്ളേരിത് എവിടെ പോയി? ഒന്നിൻ്റെ ഒരു അനക്കവും ഇല്ലല്ലോ. ചെറിയമ്മ പറഞ്ഞു. മുകളിലുണ്ടാകും. കുറച്ച് മുമ്പ് വർണ്ണ വന്ന് ദേച്ചുവിനെയും നിമിയെയും വിളിച്ച് കൊണ്ടുപോകുന്നത് കണ്ടു. ഞാൻ പോയി ഒന്ന് നോക്കട്ടെ. ചെറിയമ്മ അത് പറഞ്ഞ് നേരെ മുകളിലേക്ക് നടന്നു. ആരുടെയും ശബ്ദം കേൾക്കാത്തത് കൊണ്ട് ചെറിയമ്മ ഓരോ റൂമുമായി കയറി ഇറങ്ങി. അങ്ങനെ പാതിച്ചാരിയിട്ട റൂം തുറന്ന് അകത്ത് കയറിയ ചെറിയമ്മ അവിടുത്തെ കാഴ്ച കണ്ടെന്ന് ഞെട്ടി. ശേഷം ഒരു പുഞ്ചിരിയുടെ അകത്തേക്ക് നടന്നു. എല്ലാവരും ഒരു ബെഡിൽ തലങ്ങും പലങ്ങുമായി കിടക്കുകയാണ്. വലിയ ബെഡായതിനാൽ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്താണ് കിടത്തുന്നത്. ദത്തൻ അറ്റത്ത് കിടക്കുന്നുണ്ട്. അവൻ്റെ ഒരു കയ്യിലായി വർണ്ണയും ശിലുവും, അവൻ്റെ തൊട്ടടുത്ത് പാത്തി, അവൻ്റെ ഒരു കയ്യിലായി തലവെച്ച് നിമ്മിയും മാമിയും, അതിൻ്റെ അപ്പുറത്ത് ദർശനയും ഭദ്രയും കെട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ട്. ഇവരുടെ എല്ലാവരുടെയും കാലിൻ്റെ ചുവട്ടിലായി ശ്രീയും, അവൻ്റെ മേൽ കയ്യും കാലും കയറ്റി വെച്ച് രാഗം. അതിൻ്റെ കുറച്ച് സൈഡിലായി ധ്രുവിയും പാത്തിയും. സ്ഥലമില്ലാത്തത് കൊണ്ട് ധ്രുവി അവൾ താഴെ വീഴാതിരിക്കാൻ തന്നിലേക്ക് ചേർത്ത് പിടിച്ചാണ് കിടക്കുന്നത്. അത് കണ്ട് ചെറിയമ്മ ശബ്ദമുണ്ടാകാതെ താഴേക്ക് തന്നെ ഇറങ്ങിപ്പോയി. എല്ലാവരും ഉച്ചയ്ക്ക് സദ്യാസമയമായപ്പോഴാണ് ഉറങ്ങി എണീറ്റത്. വിഭവസമൃദ്ധമായ സദ്യ 2 തരം പായസം ഉണ്ടായിരുന്നു. തറവാട്ടിൽ എല്ലാവരുടെയും സന്തോഷം കണ്ട് ചന്ദ്രശേഖരന് വലിയ സന്തോഷം തോന്നിയില്ലെങ്കിലും അയാളത് പുറത്ത് കാണിച്ചില്ല. ഉച്ചയ്ക്ക് ശേഷം ദത്തൻ പാർട്ടിയെയും കൂട്ടി പുറത്തേക്ക് പോയി. ബാക്കിയുള്ളവർ വൈകുന്നേരത്തെ ഫംഗ്ഷന് വേണ്ടി ഹാള് മുഴുവൻ അലങ്കരിക്കുകയാണ്. വീട്ടിലുള്ളവർ മാത്രമാണ് ഫംഗ്ഷനുള്ളൂ. ഉച്ചയ്ക്ക് ശേഷം ചെറിയ മുത്തശ്ശിയെ ധ്രുവി വിളിച്ചു വന്നിരുന്നു. നിങ്ങൾ ഇത്രയും നേരം എവിടെയായിരുന്നു പിള്ളാരെ? സന്ധ്യാസമയത്ത് അകത്തേക്ക് കയറി വന്ന ദത്തനെയും പാർട്ടിയെയും കണ്ട് മുത്തശ്ശി ചോദിച്ചു. ഞങ്ങൾ ഗിഫ്റ്റ് വാങ്ങാൻ പോയത് മുത്തശ്ശി. വേഗം പോയി റെഡിയായി വാ. അത് കേട്ട് 2 പേരും റൂമിലേക്ക് നടന്നു. സ്റ്റെയർ കയറുന്നിടയിൽ ദത്തൻ്റെ കണ്ണുകൾ താഴെ വർണ്ണയെ തിരിഞ്ഞുവെങ്കിലും കാണാനില്ല. അവൻ റൂമിലേക്ക് വന്നു. പക്ഷേ അവിടെയും അവളില്ല. ദത്തൻ തൻ്റെ പോക്കറ്റിലുള്ള പെൻഡ്രൈവ് കബോർഡിൽ ഭദ്രമായി വെച്ച ശേഷം ഒരു ടവലും കൊടുത്ത് കുളിക്കാനായി പോയി. അവൻ വേഗം തന്നെ കുളി കഴിഞ്ഞിറങ്ങി.
പാട്ടും മൂളി കാബോർഡിൽ നിന്ന് ഷർട്ട് തിരിയുമ്പോഴാണ് തോളിൽ തട്ടി ആരോ വിളിച്ചത്. ദത്തൻ എടുത്ത ഷർട്ട് തിരികെ വെച്ച് തിരിഞ്ഞതും പിന്നിൽ പറഞ്ഞ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ ഹാഫ് മിഡിയാണ് വേഷം. ഇതേതാ ഈ LKG കുട്ടി? ദത്തൻ അവളുടെ മൂക്കിൽ പിടിച്ച് വലിച്ചുകൊണ്ട് ചോദിച്ചു. അധികം കൊഞ്ചലൊന്നും വേണ്ട, ഞാൻ നിനക്ക് ഷർട്ട് എടുത്ത് തരാൻ വന്നതാ, മാറി നിൽക്കുക അവിടുന്ന്. അവനെ തള്ളി മാറ്റി പറഞ്ഞ കബോർഡിൽ നിന്നും അവളുടെ ഡ്രസ്സിന് മാച്ചായ ബ്ലാക്ക് ഷർട്ടും വെള്ള മുണ്ടും എടുത്ത് അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അങ്ങനെയെങ്കിൽ പോവാതെ പെണ്ണേ. ദത്തൻ ഒരു കൈ കൊണ്ട് അവളെ ചുറ്റിപ്പിടിച്ച് മറു കൈയിലെ ഷർട്ടും മുണ്ടും ബെഡിലേക്ക് ഇട്ടു. ദത്തൻ്റെ കുഞ്ഞിപ്പെണ്ണിനെ കാണാൻ ഇന്ന് നല്ല രസമുണ്ട്. അവളുടെ കവളിൽ ഉമ്മ വെച്ച് അവന് പറഞ്ഞതും അവളുടെ മുഖത്തെ പരിഭവമെല്ലാം ഇല്ലാതായിരുന്നു. ഇത്രയും നേരം നീ എവിടെയായിരുന്നു? അവൾ തിരിഞ്ഞവനെ നോക്കി. നമ്മുടെ ശിലുവിനും ഭദ്രനും ഗിഫ്റ്റ് വാങ്ങേണ്ടേ, ഞാനും ബാധ്യയും കൂടി അത് വാങ്ങാൻ പോയതാടാ. എന്നിട്ട് ഗിഫ്റ്റ് എവിടെ? ഞാൻ പറഞ്ഞ മോളുടെ ഡ്രസ്സ് തന്നെ കിട്ടിയോ? പറഞ്ഞ സെയിം മോഡൽ സെയിം കളർ. ഇത് കിട്ടാൻ എത്ര ഷോപ്പിൽ കയറി ഇറങ്ങുന്ന അറിയോ? ഗിഫ്റ്റ് കാറിലുണ്ട്. ആ ഡ്രസ്സ് ബാധയ്ക്ക് ശിലുവിന് നന്നായി ചേരും. എന്നാൽ നീ വേഗം റെഡിയായി വാ, ഞാൻ താഴേക്ക് പോവാം. അത് വേണ്ട, നമുക്ക് ഒരുമിച്ച് പോവാം. വർണ്ണയുടെ നെറ്റിയിൽ ഉമ്മ വെച്ച് ദത്തൻ വേഗം ഷർട്ടും കൊണ്ട് എടുത്തിട്ടു. വർണ്ണ കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്ന് തൻ്റെ ഡ്രസ്സും മുടിയും മേക്കപ്പും എല്ലാം ഒന്ന് തിരിഞ്ഞും പറഞ്ഞു നിന്ന് നോക്കി. പോവാൻ ദത്താ? ഒരു മിനിറ്റേ. അത് പറഞ്ഞ് ദത്തൻ അവളുടെ പിന്നിലായി വന്നു നിന്നു. ശേഷം ഡ്രസ്സിൻ്റെ ടേബിളിന് മുന്നിലുള്ള സിന്ദൂര ചെപ്പിൽ നിന്ന് കുറച്ച് സിന്ദൂരം എടുത്തു. ഞാൻ തൊട്ടതാണ് ദത്താ. അവൾ നെറ്റിയിലെ സിന്ദൂരം കാണിച്ചുകൊണ്ട് പറഞ്ഞു. അതെ, പക്ഷെ കുറച്ചുകൂടി കട്ടി വേണം. അവൻ അവളുടെ നെറ്റിയിലായി തൊട്ടതും വർണ്ണയെ ഒന്ന് പുഞ്ചിരിച്ചു. ഒരു ഉമ്മതാടാ. അവൻ തൻ്റെ കാവളിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു. ലിഫ്റ്റിക്ക് പാരക്കും ദത്താ. അവൾ മുഖം ചുളിച്ചുകൊണ്ട് പറഞ്ഞു. നീ പോവാൻ നോക്ക്, ഞാൻ വന്നോളാം. അവൻ ഗൗരവത്തിൽ പറഞ്ഞ് കണ്ണാടിക്ക് മുന്നിലായി കയറി നിന്ന് മുടി ചീകാൻ തുടങ്ങി. വർണ്ണവൻ്റെ മുന്നിലായി കയറി നിന്നെങ്കിലും ദത്തൻ അത് ശ്രദ്ധിക്കാതെ മുടി ഒതുക്കുകയാണ്. അത് കണ്ട് വർണ്ണവൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ച് വലിച്ച് തന്നിലേക്ക് ചേർത്തു. ശേഷം അവൻ്റെ ഷർട്ടിൻ്റെ ആദ്യത്തെ ബട്ടൺസ് അടിച്ച് അവൻ്റെ നെഞ്ചിലായി ഉമ്മ വെച്ചു. ദത്തൻ്റെ നെഞ്ചിലായി അവളുടെ ലിപ്റ്റിക്കിൻ്റെ കളർ പടർന്നു. ദത്തനൊരു ചിരിയോടെ അവളെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. ഇന്ന് കാര്യങ്ങളൊക്കെ കഴിഞ്ഞേ നമുക്ക് നേരത്തെ കിടക്കാല്ലേ കുഞ്ഞേ? ദത്തൻ കള്ളച്ചിരിയോടെ പറഞ്ഞതും വർണ്ണവനെ പിന്നിലേക്ക് തള്ളി. മര്യാദയ്ക്ക് ഷർട്ടിൻ്റെ ബട്ടൺസ് ഇട്ട് വരാൻ നോക്കടൂ. അവൾ കണ്ണുരുട്ടി പറഞ്ഞ് മുറിക്ക് പുറത്തായി കൈകെട്ടി നിന്നു. ദത്തൻ കണ്ണാടിയിൽ ഒന്നുകൂടി നോക്കിയ ശേഷം ബട്ടൺസുകൾ ഇട്ട് പുറത്തേക്ക് വന്ന് വർണ്ണയുടെ തോളിലൂടെ കൈയിട്ട് താഴേക്ക് നടന്നു. ശ്രീയേട്ടാ, ഗിഫ്റ്റ് എവിടെ? ഹാളിൽ ടേബിളിന് മുകളിൽ കേക്ക് സെറ്റ് ചെയ്യുന്ന ശ്രീയോടായി നിമ്മി ചോദിച്ചു. റൂമിലുണ്ട്, ഞാൻ താഴേക്ക് കൊണ്ടുവന്നിട്ടില്ല. എവിടെയാന്ന് പറഞ്ഞാൽ മതി, ഞാൻ എടുത്തിട്ട് വരാം. ടേബിളിൻ്റെ മുകളിലെ ചെറിയ ബോക്സിലൊരു കീ ഉണ്ട്. അതെടുത്ത് ലെഫ്റ്റ് സൈഡിലെ കബോർഡ് തുറക്കുമ്പോൾ മൂന്നാമത്തെ ഷെൽഫിൻ്റെ ഉള്ളിലായി ഒരു ഷെൽഫുണ്ട്. അതിൽ നിമ്മി തന്ന കവറുണ്ട്. പിന്നെ തിരികെ വരുമ്പോഴേ ബെഡിന് മുകളിൽ ഞാൻ 2 ഗിഫ്റ്റ് ബോക്സ് വെച്ചിട്ടുണ്ട്. അതും കൂടി കൊണ്ടുവരണേ. ആലോചിക്കട്ടെ, അത് കൊണ്ടുവന്നാൽ എനിക്ക് ഏറ്റുകൂലി തരേണ്ടി വരും. നിമ്മി ചിരിയോടെ പറഞ്ഞ് റൂമിലേക്ക് നടന്നു. അവൾ ശ്രീ പറഞ്ഞ പോലെ കീയും എടുത്ത് കബോർഡ് തുറന്ന് തൻ്റെ കവർ എടുത്തതും അതിനുള്ളിൽ നിന്ന് വേറെ എന്തോ കൂടി താഴേക്ക് വീണു. ദത്തനും വർണ്ണയും കൂടി താഴേക്ക് വരുമ്പോൾ ശിലുവും ഭദ്രയും ഒരുങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ഒരേപോലുള്ള ഫ്രോക്കായിരുന്നു രണ്ടുപേരുടെയും. ഏട്ടാ, എവിടെ ഞങ്ങളുടെ ഗിഫ്റ്റ്? ഭദ്രയും ശിലുവും ദത്തന് നേരെ കൈ നീട്ടി. ഒരു മിനിറ്റ്, ഇപ്പം എടുത്തിട്ട് വരാം. ദത്തൻ കാറിൻ്റെ കീയും എടുത്ത് പുറത്തേക്ക് നടന്നു. ശ്രീയേട്ടാ, എവിടെ ഗിഫ്റ്റ്? ഇപ്പം വരും, നിമ്മി എടുത്തു. പെട്ടെന്നെന്തോ ഓർത്ത പോലെ അവൻ റൂമിലേക്ക് ഒറ്റ ഓട്ടായിരുന്നു. അവൻ പെട്ടെന്ന് ഡോറ് തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ ബെഡിൽ തലയും താങ്ങിയിരിക്കുന്ന നിമ്മിയാണ് കണ്ടത്. നിമ്മി, അവൻ ചെറിയൊരു ഭയത്തോടെ വിളിച്ചു. ആ ശ്രീയേട്ടാ, ഞാൻ കീ എവിടേക്ക് നോക്കി കാണാനില്ല. നിമ്മി താഴേക്ക് നടന്നോളൂ, എനിക്ക് അത്യാവശ്യമായി 1-2 കോള് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞ് ഗിഫ്റ്റ് എടുത്തിട്ട് വരാം. നിമ്മി തലയാട്ടിക്കൊണ്ട് പുറത്തേക്ക് നടന്നു. ശ്രീയേട്ടൻ എന്തിനെല്ലാം ഒളിപ്പിച്ച് വെച്ചത്? 8 വർഷം എന്നൊക്കെ പറയുമ്പോൾ അന്നെല്ലാം തുറന്ന് പറയായിരുന്നില്ലേ? നിമ്മി നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് താഴേക്ക് നടന്നു. എല്ലാവരും വന്നതും ശിലുവും ഭദ്രയും കൂടി കേക്ക് കട്ട് ചെയ്തു. ആദ്യത്തെ പീസ് മുത്തശ്ശിക്കും ചെറിയ മുത്തശ്ശിക്കും കൊടുത്തു. കേക്ക് കട്ടിങ് കഴിഞ്ഞ് ഓരോരുത്തരായി തൻ്റെ ഗിഫ്റ്റുകൾ അവർക്ക് കൊടുക്കാൻ തുടങ്ങി. അതിനിടയിൽ ചന്ദ്രശേഖരൻ ഒരു കോള് വന്നതും അയാൾ ഫോണുമായി മാറി നിന്നു. മുത്തശ്ശിയും ചെറിയ മുത്തശ്ശിയും ചെയിനാണ് അവർക്ക് ഗിഫ്റ്റായി കൊടുത്തത്. പാർവതിയും ധ്രുവിയും ഡ്രസ്സ് കൊടുത്തു. അതുപോലെ ദത്തനും വർണ്ണയും ഡ്രസ്സ് തന്നെയാണ് കൊടുത്തത്. ഒപ്പം വർണ്ണയുടെയും ശിലുവിൻ്റെയും ഭദ്രയുടെയും ഒപ്പമുള്ള ഒരു ഫോട്ടോ ഫ്രെയിമും. എല്ലാവരും ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞ് അത് തുറന്നു നോക്കുന്ന തിരക്കിലാണ് ശിലുവും ഭദ്രയും. അതെല്ലാം നോക്കി മറ്റുള്ളവരും ഹാളിലിരിക്കുന്നുണ്ട്. ദത്ത, ഞാൻ ബാത്റൂമിൽ നിന്ന് പോയിട്ട് വരാം, ഡ്രസ്സ് മൊത്തം കേക്കായി.
ഞാൻ പറഞ്ഞ കൂടെ നമുക്കൊരു കുളിയൊക്കെ കഴിഞ്ഞിട്ട് വരാം, പോടാ. അത് പറഞ്ഞവൻ്റെ പുറത്തേക്ക് ഒരു അടിയും വെച്ച് കൊടുത്ത് വർണ്ണ മുകളിലേക്ക് ഓടി. വാട്ട്? പക്ഷേ എങ്ങനെ? അതറിയില്ല സർ. ദേവദത്ത സാറിന് ഇതിൽ നിന്ന് വഴിത്തിരിച്ചിടാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷെ അതിന് കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, ഞാനിപ്പോൾ സാറിൻ്റെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുകയും ചെയ്തു. കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ഇനി കാര്യമില്ല സേതുരാമൻ. നീ ഇതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാമെന്ന് പറ. എനിക്ക് കൂടുതലൊന്നും അറിയില്ല. സാറ് തന്ന ആ ഫയലിലെ എവിഡൻസ് മാത്രമല്ല, വേറെ എന്തൊക്കെയോ സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ് ദേവദത്ത സാറിൻ്റെ കയ്യിലുണ്ട്. സാറിൻ്റെ പാലം കൈയാണ് കാശിനാഥൻ. അവൻ അറിയെല്ലാം, പക്ഷേ അവൻ പറഞ്ഞു തരില്ല. സത്യസന്ധന. ശരി, താൻ വെച്ചോ. ഞാൻ തന്ന പൈസക്കുള്ള കൂറ് നീ കാണിച്ചുവല്ലോ, അത് മതി. എന്തായാലും സാറൊന്ന് സൂക്ഷിച്ചേക്കേ. നാളത്തെ റെയ്ഡിൽ ചിലപ്പോൾ സാറ് കുടുങ്ങും. ജാമ്യം പോലും കിട്ടാത്ത വകുപ്പാ. അതാലോചിച്ച് താൻ ടെൻഷനാവേണ്ട. റെയ്ഡിൽ എന്തെങ്കിലും കിട്ടിയാലല്ലേ. എല്ലാം ഞാൻ ഏറ്റവും സുരക്ഷിതമായ ഇടത്തേക്ക് മാറ്റിയിട്ടുണ്ട്. 1 2 അല്ല, 5 കോടിയുടെ ഡീലാ. അത് നശിപ്പിച്ച് കളയാൻ മാത്രം ചന്ദ്രശേഖരൻ പോട്ടെന്നല്ല. എന്നാ ശരി. മനസ്സിൽ ഓരോന്ന് കണക്ക് കൂട്ടി ചന്ദ്രശേഖരൻ വേഗം ഒരു ബാഗും എടുത്ത് അത്യാവശ്യം വേണ്ടുന്ന ഡ്രസ്സുകൾ അതിലേക്കാക്കി. കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകുന്നത് പോലെ അഭിജിത്ത് താൻ അറിയാതെ ആ ഫയൽ മോഷ്ടിച്ചതാണ് പ്രശ്നമായത്. അത് കൃത്യമായി ദേവന്റെ കയ്യിൽ എത്തുകയും ചെയ്തു. അതിനവനെ സഹായിക്കുന്നതോ തൻ്റെ പുന്നാര മോനും